നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാം നടക്കണമെന്നില്ല. നിരവധി നെഗറ്റീവ്സ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. നല്ല കാര്യമായിരിക്കാം, പക്ഷേ നെഗറ്റീവ്സ് വരുമ്പോൾ ആ നെഗറ്റീവ്സ് കൊണ്ട് നമ്മുടെ ഊർജം നഷ്ടപ്പെട്ടു പോകരുത് എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ആ പട്ടണത്തിൽ എന്നെ സ്വീകരിച്ചില്ല, അതോടുകൂടി എന്റെ ഊർജം പോയി, ഞാൻ ഇനി പ്രഘോഷിക്കുന്നില്ല. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതാണ് ആ പൊടി പോലും അവരുടെ ജീവിതത്തിൽ അവിടെ നിന്ന് നമ്മൾ പൊടി പോലും തട്ടിക്കൊണ്ട് നമ്മൾ പോരരുത്. അവിടെ അവസാനിപ്പിച്ചേക്കണം, അത് അവിടെ തട്ടിക്കളഞ്ഞ് പോന്നേക്കണം. എന്തൊക്കെ നിന്റെ ജീവിതത്തിൽ നീ ആഗ്രഹിക്കുന്നത് നല്ലതാണോ, ആരൊക്കെ നീ തടസ്സപ്പെടുത്താൻ നോക്കിയോ, നീ അതില് വീഴാതിരിക്കുക. നിന്റെ പ്രവൃത്തി നല്ലതാണെങ്കിൽ ആ ഊർജം കളയാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കർത്താവ് പറയുന്നത്. നെഗറ്റീവ്സ് നീ ഉള്ളിലേക്ക് എടുക്കാതിരിക്കുക എന്നുള്ളതാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. നെഗറ്റീവ്സ് വരുമ്പോഴേക്കും വീഴുന്നവരാണ്, നിർത്തുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ശിഷ്യനോട് പറയുക, നീ അത് കേൾക്കുമ്പോഴേക്കും നിർത്താനുള്ളതല്ല, നിന്നെ ഞാൻ അയച്ചിരിക്കുന്നത് എന്റെ ശിഷ്യനായിട്ട് മാറാൻ വേണ്ടിയാണ്. കർത്താവിന്റെ ശിഷ്യനായിട്ട് മാറാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ധ്യാനിക്കാൻ.